ഹലോ ഫ്രണ്ട്സ്, ടോപ്പ് വെറൈറ്റി ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീടുകളിൽ തന്നെ വളരെ ഈസി ആയിട്ട് കുറഞ്ഞ ചെലവിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ ലോക്ക്ഡൌൺ സമയത്ത് നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് കൂടുതൽ മധുരം പകരാനായി നമ്മുടെ അമ്മമാർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐസ്ക്രീമാണിത്. അപ്പൊ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ 20 രൂപയുടെ ബിസ്ക്കറ്റ് കൊണ്ട് നമുക്ക് 200 രൂപയ്ക്കുള്ള ഐസ്ക്രീം ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അത് മറ്റൊരു കെമിക്കലൊന്നുമില്ലാതെ നല്ല സ്വാദിഷ്ടമായി കടകളിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റോടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യുനിബിക്കിന്റെ ചോക്കോ യമ്മി ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഈ ബിസ്ക്കറ്റ് തന്നെ വേണമെന്നില്ല കേട്ടോ, നമുക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുന്ന ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. പിന്നെ മംസ് മാജിക്കോ അല്ലെങ്കിൽ പാർലേജിയോ ഗുഡ് ഡേ ബിസ്ക്കറ്റോ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഉപ്പ് രസം കൂടുതലില്ലാത്ത ഏത് ബിസ്ക്കറ്റ് നമുക്ക് ഇതിന് ഉപയോഗിക്കാം. ഇതിന് ഏകദേശം 20 രൂപയെ റേറ്റ് വരുന്നുള്ളൂ. ഇത് തന്നെ നമുക്ക് കംപ്ലീറ്റ് വേണമെന്നില്ല. അപ്പോൾ നമുക്കിതൊന്ന് പൊളിച്ചെടുക്കാം. അപ്പോൾ ഒരു 10-11 ബിസ്ക്കറ്റ്, 11 എണ്ണം വീതം ഓരോ സൈഡിൽ കൂടെ ഉണ്ട്. നമുക്ക് ഇതിലൊരു 15 ബിസ്ക്കറ്റ് എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചിടാം. ചെറിയ പീസായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കിതൊന്ന് പൊടിച്ചിടാം. അപ്പോൾ 2 എണ്ണം പൊടിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് തന്നെ നൈസായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒന്ന് നല്ലോണം ഒന്ന് പൊടിച്ചിടുകയാണെങ്കിൽ വേഗം ആയിക്കോളും. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് കൊക്കോ പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇട്ട് കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ ഇൻസ്റ്റന്റ് കോഫി പൗഡർ നമുക്ക് യൂസ് ചെയ്താലും മതി. ഇപ്പം ഞാൻ 1 സ്പൂണാണ് കൊക്കോ പൗഡർ ഇട്ടേക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ചേർക്കണം. ഞാനൊരു വലിയ സ്പൂണിന് ഒരു 4 സ്പൂണ് പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. ഐസ്ക്രീം ആകുമ്പോൾ നമുക്ക് അതിന് നല്ല മധുരം വേണമല്ലോ. ഒരു 4 സ്പൂണ് പഞ്ചസാര കൂടി ചേർത്തു. അപ്പോൾ ഇത് നമുക്ക് മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഒരു കുറച്ചു നേരം അടിച്ചിട്ടുണ്ട്. എന്നാലും ഒരു നല്ല പൊടിയായിട്ടില്ല. ചെറിയ ചെറിയ തരികൾ ഇതിനകത്തുണ്ട്. ഒന്നും കൂടെ നല്ലോണം നല്ല ഫൈനായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലോണം നല്ല നൈസായിട്ട് നല്ലോണം പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു പാത്രം എടുക്കുക. ഒരു പാത്രത്തിലേക്ക് ഒരു 1/2 ലിറ്റർ പാല്, മിൽമയുടെ ഞാനൊരു പാക്കറ്റ് പാലാണ് മേടിച്ചിരിക്കുന്നത്. 1/2 ലിറ്ററാണിത്. ഈ ഒരു പാല് നമുക്ക് പൊട്ടിച്ച് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ പാല് ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പം സാധാരണ മറ്റേ പാലിനേക്കാളും നല്ലത് പാക്കറ്റ് പാലാണ് എടുക്കുന്നത് നല്ലത്. എന്നാലും ഈ ഐസ്ക്രീം നല്ല തിക്കായിട്ട് വരുള്ളൂ. മറ്റേ പാലിനൊക്കെ കൊഴുപ്പ് കുറവായതുകൊണ്ട് പാക്കറ്റ് പാൽ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നല്ലോണം ഒന്ന് തിളച്ച് പൊന്തി വരണം. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കണം. ഏകദേശം തിളച്ച് പൊന്തി വരാനാവുന്നുണ്ട്. അപ്പോൾ ഈ പൊന്തി വരാനാവുന്ന സമയമാകുമ്പോഴത്തേക്കും ഇത് എന്ത് ചെയ്യണം, ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കണം. അപ്പോൾ തിളച്ച് വരുന്നേ ഉള്ളൂ. പൊന്തി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇച്ചിരി ഫ്ലെയിം കുറയ്ക്കാം. അപ്പോൾ ഇതുപോലെ തിളച്ച് വന്ന് നമ്മൾ ഈ ലോ ഫ്ലെയിമിൽ വെച്ച പാലിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലോണം കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. അത് ഇതിപ്പോൾ നമ്മൾ കാണുമ്പോൾ ഇത് നല്ല ലൂസായി പോയെന്നൊന്നും വിചാരിക്കണ്ട. അത് ഒരു കുഴപ്പമില്ല. ഇത് ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം കുറുകി വരുന്നവിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ തരികളൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്താൽ ലോ ഫ്ലെയിമിൽ കൂടി ആകുമ്പോൾ അടി പിടിക്കുന്നില്ല. ഇളക്കി കൊടുക്കണം, കൈയെടുക്കാതെ ഇളക്കണം. അപ്പോൾ ഒരു കുറച്ച് തിക്കായി വരുന്നവിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് സമയം ഇളക്കേണ്ടി വരും, ചെറിയ തരികളൊക്കെ ഉണ്ട്.
ഇതുപോലെ കണ്ടില്ലേ, കട്ടകൾ കിടക്കുന്ന കണ്ടിട്ട് ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് നല്ല ഇത് തിക്കായി വരുമ്പോഴത്തേക്ക് അതൊക്കെ ഉടഞ്ഞു പോയിക്കോളും. ഇത് നല്ലോണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു 2-3 മിനിറ്റ് ഇളക്കിയിട്ടുള്ളൂ. അപ്പം തന്നെ ഇതാ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് പിന്നെ തീ ഓഫ് ചെയ്യാം. അതിനുശേഷം അടുപ്പത്തുനിന്ന് ഇറക്കി വെച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് നല്ലോണം ഇരുന്ന് തണുക്കണം. അപ്പം ഈ ഒരു തിക്കിനകത്ത് ഒരുപാട് നമ്മൾ സമയം വെച്ചാൽ ചിലപ്പോൾ അത് അടിയിൽ കരിഞ്ഞു പോകും. കരിഞ്ഞു പോകുമ്പോൾ പിന്നെ നമ്മുടെ മൊത്തം ഐസ്ക്രീം പാളിപ്പോകും. അപ്പോൾ അതിന് സമയം കൊടുക്കാതെ കൈയെടുക്കാതെ ഇളക്കിയിട്ട് നല്ലോണം ഒന്ന് തണുക്കാൻ വെക്കുക. ചെറിയ കട്ടകളൊക്കെ ഉണ്ട്, അതൊന്നും കുഴപ്പമില്ല. നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഇത് നല്ല നൈസായിട്ട് വന്നോളൂ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് തണുക്കട്ടെ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇതുണ്ടോ, നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ചെറിയ കട്ടകളൊക്കെ ഉള്ളതുകൊണ്ട് ഇത് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലോണം അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലെ ഒരു പാത്രം എടുക്കുക. ഈ പാത്രത്തിലേക്ക് നമുക്കിത് ഒഴിച്ചു വെക്കാം. അപ്പം അത് ഫ്രീസറിൽ വെക്കാനുള്ളതാണ്. അപ്പോൾ അത് നല്ലോണം ഒന്ന് തണുത്ത് വരണം. ഏകദേശം ഒരു 5-6 മണിക്കൂർ ഇത് തണുക്കണം. അപ്പോൾ ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് ടൈറ്റായിട്ട് അടച്ചു വെക്കാം. അപ്പോൾ എയർ ടൈറ്റായിട്ടുള്ള പാത്രങ്ങൾ വേണം ഉപയോഗിക്കാൻ. ഇതൊരു ടിഫിൻ ബോക്സ് ആണ്. ഇങ്ങനത്തെ ഏത് പാത്രം വേണമെങ്കിലും നല്ലോണം ഒന്ന് ടൈറ്റ് ആക്കിയ ശേഷം നമുക്കിതൊരു ഫ്രീസറിൽ ഒരു 4-5 മണിക്കൂറോളം ഫ്രീസറിൽ വെക്കാം. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഫ്രീസറിൽ വെച്ച് ഏകദേശം ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പം തന്നെ നമുക്കിങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി ഇതിനൊരു സ്റ്റെപ്പ് കൂടെ ബാക്കിയുണ്ട്. ഇത് നമുക്ക് തോണ്ടിയെടുത്ത് ഒരു സ്പൂണോ തവിയോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കോരിയെടുക്കുക. കോരിയെടുത്ത് നല്ല ടൈറ്റായിട്ടുണ്ട്. ഒരുപാട് ടൈറ്റ് ആണെങ്കിൽ നമ്മളൊരു 5 മിനിറ്റ് നേരം മുന്നേ ഫ്രീസറിൽ നിന്ന് ഇറക്കി വെച്ചാൽ മതി. ഇതുപോലെ തന്നെ ഇട്ട് അടിച്ചാൽ മിക്സി ചിലപ്പോൾ സ്റ്റെക്കായി പോകും. അപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആകാൻ വെച്ചാൽ പിന്നെ നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാൻ എളുപ്പമുണ്ട്. നല്ല ഐസ്ക്രീമിൻ്റെ അളവിൽ തന്നെ വരുന്നുണ്ട്. ഒരു 5 മിനിറ്റ് നേരം കൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇത് കോരിയെടുത്ത് ഒരു മിക്സിയുടെ ജാറിലിട്ട് വെക്കാം. അപ്പോൾ ഇത് ഈ മിക്സിയുടെ ജാറിലിട്ട് മുഴുവൻ കോരിയിട്ടിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതുപോലെ നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്ത പാത്രത്തിലോട്ട് തന്നെ നമുക്ക് ഇതൊന്ന് ഒഴിച്ചു വെക്കാം. അപ്പോൾ ഇത് ഇതിനകത്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നേരത്തെ എടുത്ത മാവിൻ്റെ അളവ് ഞാൻ പകുതി ഇതിനകത്ത് ഒഴിച്ചിട്ടുള്ളൂ. കാരണം ഇത് നമുക്ക് സെറ്റ് ആവാൻ ഒരുപാട് പിന്നെ നിറച്ച് ആയി കഴിയുമ്പോൾ നമുക്ക് സെറ്റാവാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു കണ്ടെയ്നറിന് ഞാനൊരു പകുതി ഒഴിച്ച് വെച്ചിട്ടുള്ളൂ. ബാക്കി മറ്റൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ലോണം ഒന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചതിന് ശേഷം ഒരു 8 മണിക്കൂർ നമുക്കിത് വീണ്ടും ഫ്രീസറിൽ തന്നെ വെക്കണം. ഒരു ഓവർനൈറ്റ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 8 മണിക്കൂർ നമുക്കിത് വീണ്ടും ഫ്രീസറിലേക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഐസ്ക്രീം നമുക്ക് തുറന്ന് നോക്കാം. നല്ലോണമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ നമ്മൾ ഐസ്ക്രീമിൻ്റെ ഷേപ്പിലൊന്ന് കോരിയെടുക്കണം. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സാധാരണ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന ഒരു സ്റ്റീലിൻ്റെ തവിയാണ്. ഇതിനെ ഒന്ന് നമുക്ക് വെള്ളത്തിലിട്ട് ഒന്ന് നനച്ചെടുക്കണം. അതിന് ശേഷം നമുക്കിത് സ്കൂപ്പ് ചെയ്തെടുക്കാം. നമ്മുടെ ഐസ്ക്രീം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഒരുപാട് ടൈറ്റ് ആണെങ്കിൽ നമുക്ക് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം മാത്രം എടുത്താൽ മതി. നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് നല്ലോണം ഒന്ന് കോരിയെടുക്കാം. ഒരു 5 മിനിറ്റ് വെച്ചിരുന്നാൽ നല്ല പാകത്തിന് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പം ഇച്ചിരി ഒരു ടൈറ്റാണ്.
അപ്പൊ നമ്മുടെ ഐസ്ക്രീം ഇതാ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റ് ആണ് കേട്ടോ. രൂപം മാത്രമല്ല, അതേ ടേസ്റ്റ്, അല്ലെങ്കിൽ അതിലും ടേസ്റ്റ് എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം നമ്മൾ കടകളിലൊക്കെ മേടിക്കുന്ന ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ഒരു 6 മാസമൊക്കെ പഴക്കമുള്ള സാധനമായിരിക്കും. അപ്പൊ അത് കേടാവാതിരിക്കാൻ വേണ്ടി ഒരുപാട് പ്രിസർവേറ്റീവ്സുകളൊക്കെ അതിനകത്ത് ചേർത്തിട്ടുണ്ടാവും. ഇതാവുമ്പോൾ മറ്റൊന്നും ചേർത്തിട്ടില്ല. നല്ല അതേ ടേസ്റ്റിൽ ഞാൻ തമ്പനയിൽ പറഞ്ഞ പോലെ തന്നെ 20 രൂപയുടെ ഒരു ബിസ്ക്കറ്റും കുറച്ച് പാലും മാത്രമേ നമുക്ക് ഇതിനകത്ത് ചെലവുള്ളൂ. ഒരു 4-5 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഫാമിലി പാക്ക് അത്രയുള്ള ഐസ്ക്രീമിന്റെ അളവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വീട്ടിലിരിക്കുന്നവരൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. നമുക്ക് ഇതൊന്ന് ഡെക്കറേറ്റ് ഇവിടെ ചെയ്യാം. ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ടൂട്ടി ഫ്രൂട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ സ്വന്തം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഈ ടൂട്ടി ഫ്രൂട്ടി നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. ഇതിന്റെ മുമ്പ് ഇത് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. ഇത് നേരത്തെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ 2 പാത്രത്തിൽ ഒഴിച്ചു വെച്ചിരുന്നു. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് കുറച്ച് യെല്ലോ കൂടെ അതിൻ്റെ ഇടയ്ക്കോട്ടിടാം. ഇത്ര മതിയാവും. അപ്പം അതേ അടിപൊളിയായിട്ട് നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീടുകളിൽ ലോക്ക്ഡൌൺ സമയത്ത് വീട്ടിലിരിക്കുകയാണ് കുട്ടികളൊക്കെ. എല്ലാവരും ഇതൊന്ന് അവനവൻ്റെ കുട്ടികൾക്കൊന്ന് ഉണ്ടാക്കി കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് അന്നേരം തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ കിടിലം വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.